ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ നിത്യജീവൻ ശുശ്രൂഷകരെ, ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് ഈ ദിവസം അനുഗ്രഹിക്കട്ടെ. സ്നേഹമുള്ളവരെ, നിത്യജീവൻ എന്നത് നേടിയെടുക്കാൻ നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ അവസരങ്ങളിൽ ദൈവം നമുക്ക് ഇന്ന് തരുന്ന ഒരു ആത്മീയ സന്ദേശം ഇപ്രകാരമാണ്: സഹോദരൻ്റെ സ്നേഹത്തിൽ ജീവിച്ചാൽ ദൈവസ്നേഹത്തിൽ മരിക്കാം. സഹോദര സ്നേഹത്തിൽ ജീവിച്ചൊരു വ്യക്തിക്ക് ദൈവസ്നേഹത്തിൽ മരിക്കാം. ഇത് ഈ കാലഘട്ടത്തിൽ ചിന്തിക്കപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. എന്താണ് സഹോദര സ്നേഹം എന്നത്? അങ്ങനെ സഹോദര സ്നേഹത്തിൽ ജീവിക്കുന്നവർക്കാണ് യഥാർത്ഥത്തിൽ ദൈവസ്നേഹത്തിൽ മരിക്കാൻ സാധിക്കുക. ദൈവസ്നേഹം ഒളിപ്പിച്ചു വെച്ചത് അങ്ങനെയെങ്കിൽ സഹോദര സ്നേഹത്തിലാണ്. സ്നേഹമുള്ളവരെ, സ്നേഹബന്ധങ്ങൾ വറ്റി വരണ്ടു പോകുന്ന കാലഘട്ടമാണ്. അവസരങ്ങൾ ഒത്തിരിയുണ്ട് സ്നേഹിക്കാൻ. ചിലപ്പോൾ ഒരു പിടി മണ്ണ് കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു പിടി ഭക്ഷണത്തിന് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നൽകാനുള്ള അവസരങ്ങളായിരിക്കാം. എന്നാൽ ഈ കാലഘട്ടങ്ങൾ പലപ്പോഴും സ്വാർത്ഥത കൊണ്ട് മനുഷ്യ സ്നേഹബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമുക്ക് ചിന്തിക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥനാപൂർവ്വം ആയിരിക്കാം. എന്താണ്? സഹോദര സ്നേഹബന്ധത്തിൽ ജീവിച്ചാൽ ദൈവ സ്നേഹബന്ധത്തിൽ മരിക്കാനുള്ളൊരു കൃപ നമുക്ക് ഇന്നത്തെ ദിവസം ഈ ശുശ്രൂഷ കേൾക്കുകയും അത് ജീവിതത്തിൽ അനുവർത്തമാക്കുകയും ചെയ്യുമ്പോൾ അത് സ്വന്തമാക്കാൻ വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. സ്നേഹമുള്ളവരെ, ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ 13-ാം അധ്യായം അവസാന അധ്യായം 1-ാം വാക്യം വളരെ വ്യക്തമായിട്ട് ഈ ഒരു സഹോദര സ്നേഹബന്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിങ്ങനെയാണ് വചനം പറയുന്നത്: സഹോദര സ്നേഹം നിലനിൽക്കട്ടെ. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 1-ാം വാക്യം ആരംഭിക്കുന്നത്. എന്നും നിലനിൽക്കേണ്ട, നിലനിൽപ്പിൻ്റെ വരം ലഭിക്കേണ്ട ഒരു വലിയ കൃപയാണ് സഹോദര സ്നേഹബന്ധം. നമുക്കറിയാം, ആരാണ് എൻ്റെ സഹോദരൻ എന്ന് ബൈബിളിൽ വ്യക്തമായിട്ട് ഈശോ പഠിപ്പിക്കുന്നുണ്ട്. എൻ്റെ അയൽക്കാരൻ എൻ്റെ നല്ല സഹോദരനാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം എൻ്റെ നല്ല സഹോദരങ്ങളാണ്. സഹോദരനെ സ്നേഹിക്കുന്നവനെ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് ദൈവവചനം നമ്മളെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ, അപ്പോൾ ഈ സഹോദര സ്നേഹത്തിൻ്റെ ഉള്ളിലാണ് ദൈവസ്നേഹം നിലനിൽക്കുന്നതെന്ന് നമ്മൾ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. അത് നമുക്ക് ചിന്തിക്കാം, എങ്ങനെ ഈ സഹോദര സ്നേഹബന്ധം ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് വളർത്താനും അത് വളർത്തി വലുതാക്കാനും സാധിക്കുമെന്നുള്ളത് യഥാർത്ഥത്തിൽ സ്വർഗത്തിൽ പോകാനുള്ളൊരു വഴിയായിട്ട് നമുക്ക് കാണാം. ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, സഹോദര സ്നേഹത്തിൽ ജീവിക്കുന്നവർക്ക് ദൈവസ്നേഹത്തിൽ മരിക്കാനാവും. ഇതാണ് നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത്. ആരെല്ലാം സഹോദര സ്നേഹബന്ധത്തിൽ ഈ ലോകത്ത് ജീവിച്ചിട്ടുണ്ടോ അവർക്ക് ദൈവസ്നേഹത്തിൽ മരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. പല മരണങ്ങളും ഇന്ന് അതിശോചനീയമായ അവസ്ഥയിൽ കടന്നു പോകുന്നതിനൊരു കാരണം ആ ഒരു കുടുംബ ജീവിതത്തിൽ അല്ലെങ്കിൽ ആ വ്യക്തി ജീവിതത്തിൽ പരസ്പര ബന്ധത്തിലുള്ള വിള്ളലുകളാണ്. പല മരണങ്ങളും ഒത്തിരി പേരുടെ കൂട്ടായ്മയോടെ ആ ശവമഞ്ചം വഹിച്ചു പോകുമ്പോൾ, ഒത്തിരി വേദനയോടെ ദൈവജനം ചില ജീവിതങ്ങളെ പറഞ്ഞയക്കുമ്പോൾ ആ സഹോദരങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട്: ഈ ഒരു ജീവിതം ഞങ്ങൾക്ക് തന്ന സ്നേഹബന്ധങ്ങൾ, അതാണ് ഞങ്ങളെ ഈ ഒരു മഞ്ചയുടെ ചുറ്റും കൊണ്ടു നിർത്തിയത്. എന്നാൽ പലപ്പോഴും പല മഞ്ചകൾക്ക് ചുറ്റും അല്ലെങ്കിൽ പല ജീവിത മരണങ്ങൾക്ക് ചുറ്റും ആരുമില്ലാതെ ശൂന്യമായി പോകുന്നു. എന്നാൽ വലിയ നേട്ടങ്ങളും വലിയ സമ്പത്തുകളും വലിയ സൗകര്യങ്ങളും ഉണ്ടായിട്ടും ആരും തന്നെ അവരെ കാണാനോ കേൾക്കാനോ പോകുന്നില്ല. കാരണം അവരുടെ സഹോദര ബന്ധങ്ങളിലുള്ള വിള്ളലുകളാണെന്നുള്ളത് ആ ഏതൊരു വ്യക്തിക്കും അവിടെ ചെന്ന് നിൽക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമുക്ക് ചിന്തിക്കാം, നമ്മൾ ഈ കൊറോണയുടെ പശ്ചാത്തലത്തിൽ നോക്കുകയാണെങ്കിൽ പല ജീവിതങ്ങളും ഇന്ന് മരിക്കാൻ തന്നെ കാരണമായത് ഈ സഹോദര ബന്ധങ്ങളിലെ വിള്ളലുകളാണ്. പത്രങ്ങളിലും മാഗസിനുകളിലും വന്ന ചില ചർച്ചാ വിഷയങ്ങൾ പോലും ഇത് തന്നെയായിരുന്നു. ഒരു വീട്ടിൽ തന്നെ ഒരേ സമയത്ത് കൊറോണ വന്നിട്ടും ആരും സഹായിക്കാനില്ലാതെ മറ്റൊരു മുറിയിൽ നിന്ന് എത്തി നോക്കിയിട്ട് മരണക്കിടക്കിൽ വീണ് കിടന്ന മനുഷ്യനെ കൊണ്ടു നോക്കുവാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ അധികാര സീമകളെ ആവശ്യപ്പെടുന്ന ചില ജീവിതങ്ങളെ ഈ കാലഘട്ടങ്ങളിൽ പത്രമാസികകളിൽ നമ്മൾ വായിച്ചറിയാൻ ഇട വന്നിട്ടുണ്ട്. അതിന് കാരണം ഇതാണ്: കൂടെ ജീവിച്ചവരെ പോലും സ്നേഹബന്ധത്തിൽ കൂട്ടിച്ചേർക്കാൻ പറ്റാത്ത ഒരവസ്ഥ. അതുകൊണ്ട് എന്താണ് ഈ കാലഘട്ടങ്ങളിൽ ദൈവവചനം ഈ സഹോദര സ്നേഹബന്ധത്തെക്കുറിച്ച് നമ്മളോട് പറയുന്നത്? അതുകൊണ്ട് രണ്ടാമതായിട്ടുള്ളൊരു കാര്യം ഇതാണ്: ദൈവസ്നേഹ അനുഭവത്തിൽ മരിക്കുന്നവർക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനാവുള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ദൈവത്തിനെ സ്നേഹിക്കണമെങ്കിൽ സഹോദരനെ സ്നേഹിക്കണം. സഹോദരനെ സ്നേഹിക്കാത്തവർക്ക് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റില്ല. ദൈവസ്നേഹ ബന്ധമില്ലാത്തവർക്ക് ഒരിക്കലും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റില്ല.
അങ്ങനെയെങ്കിൽ ഒരു ക്രൈസ്തവ ജീവിതത്തിന്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അടിസ്ഥാന മൂല്യം എന്ന് പറയുന്നത് നിത്യജീവനാണ്. മരണശേഷം ദൈവസന്നിധിയിൽ മുഖാഭിമുഖം കാണാനുള്ളൊരു കൃപ. യേശുവിൻ്റെ ജീവിതം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, യേശു ദൈവപുത്രനായി ഭൂമി വന്നിട്ട് തൻ്റെ ശത്രുവിനെ പോലും സ്നേഹിച്ച് സ്വർഗരാജ്യത്തിലേക്ക് അവരെയും കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു ദൈവാനുഭവത്തിൻ്റെ കൃപ നമ്മൾ നല്ല കള്ളനിൽ കണ്ടുമുട്ടുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈശോ ഈ ഭൂമി വന്നത് സഹോദര സ്നേഹബന്ധത്തിലൂടെ എന്നെ വേദനിപ്പിച്ചവനെ പോലും ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുപോകണമെന്ന ഒരു തീക്ഷ്ണമായ ആഗ്രഹം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ സഹോദര ബന്ധങ്ങൾ എപ്രകാരമാണ്? അതുകൊണ്ട് ഈ രണ്ടാമത്തെ ചിന്ത നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകണം. ദൈവസ്നേഹ അനുഭവത്തിൽ മരിക്കുന്നവർക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ പലരും മരിക്കുന്നുണ്ടെങ്കിലും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവർ പലരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റുന്നവരാണോ എന്ന് നമ്മൾ സ്വയം വിചിന്തനം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ചില മാറ്റങ്ങൾക്ക് സാധ്യതകൾ കടന്നു വരും. യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 14-15 തിരുവചനം വളരെ പ്രധാനപ്പെട്ടതും ശക്തമായ ഈ വചനത്തെ, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ കേട്ട ഈ ചിന്തയെ കൂടുതൽ വ്യാഖ്യാനിച്ചു തരുന്ന ഒരു വചനഭാഗമാണ് 1 യോഹന്നാൻ 3-ാം അധ്യായം 14 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. അതിന് ഇപ്രകാരമാണ് പറയുന്നത്: സഹോദരരെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മൾ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നുവെന്ന് നാം അറിയുന്നു. അപ്പോൾ ഞാൻ സഹോദരനെ സ്നേഹിക്കുമ്പോൾ യഥാർത്ഥത്തിൽ പാപം എന്ന മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, അല്ലെങ്കിൽ പാപ അവസ്ഥയിൽ മരിക്കാതിരിക്കാൻ ദൈവം എനിക്ക് കൃപ തരണം. അതിന് വചനം പറയണേ, സഹോദരനെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മൾ മരണത്തിൽ നിന്നും ജീവനിലേക്ക് കടന്നിരിക്കുന്നുവെന്ന് നാം അറിയുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതത്തിൻ്റെ മരണക്കിടക്കുകളിൽ എനിക്ക് ദൈവസാന്നിധ്യം അനുഭവിക്കാൻ ഇതൊരു വലിയ കാരണമാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചില ജീവിതങ്ങളെ എന്നെ ഓർമ്മപ്പെടുത്തിയ ഒരു സംഭവമുണ്ട്. ICUവിലും അല്ലെങ്കിൽ വെന്റിലേറ്റർ സഹായത്തോടേക്കും കിടന്ന ചില ജീവിതങ്ങൾ. പലപ്പോഴും ICUയുടെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ പല ജീവിതങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കും. ചിലപ്പോൾ അപ്പനായിരിക്കും, അമ്മയായിരിക്കും ICUവിൽ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ കടന്നു പോകുന്നു. ഈ സമയങ്ങളിൽ ചില ജീവിതങ്ങൾ ഒരു പെട്ടെന്നുള്ള ഒരു എഴുന്നേൽപ്പുണ്ടായിട്ട് ഇങ്ങനെ പറയാറുണ്ട്: എൻ്റെ അപ്പൻ ഇതാ പുറത്തു വന്നിരിക്കുന്നു, അമ്മ ഇതാ പുറത്തു വന്നിരിക്കുന്നു, എൻ്റെ മരിച്ചുപോയ സഹോദരൻ വന്നിരിക്കുന്നു, എൻ്റെ അയൽവക്കത്തുള്ള എൻ്റെ മരിച്ചുപോയ ആ സുഹൃത്ത് വന്നിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ വേദനിപ്പിച്ച വ്യക്തി വന്നിരിക്കുന്നു. പല മരണക്കിടക്കയിലും നമ്മൾ അതിസ്വാഭാവികമായി കേൾക്കുന്ന ചില കാര്യങ്ങളാണിത്. എന്താണ് ഇതിൻ്റെ അർത്ഥം? യഥാർത്ഥത്തിൽ എവിടെയോ ക്ഷമിക്കാത്ത, പൊറുക്കാത്ത, വേദനിപ്പിക്കുന്ന ചില ഓർമ്മകളെ മരണക്കിടക്കയിൽ വെച്ച് ഒന്ന് ക്ഷമ ചോദിക്കാനായിട്ട് കൊണ്ടുവരുന്നതായിരിക്കാം. പലപ്പോഴും നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ ഒരു വ്യക്തി വന്നിട്ടില്ല, പിന്നെ ആരെ നോക്കിയിട്ടാണ് ഇവർ ഇതിനെ കുറിച്ച് പറയുന്നത്? പലപ്പോഴും ഇത് ചിന്താ വിഷയമാകേണ്ട ചില ആശുപത്രി വരാന്തകളിലെ പലരുടെയും ചർച്ചാ വിഷയമാകാറുണ്ട്. എൻ്റെ അപ്പനെ ആരെ കണ്ടിട്ടാണോ ഇങ്ങനെ ക്ഷമ ചോദിക്കുന്നത്? സ്നേഹമുള്ളവരെ, ചില അവസരങ്ങൾ അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിലൊരു അവസരമായിട്ട് കടന്നു വരാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക, ഈ വചനം പൂർത്തീകരിക്കപ്പെടുക ഇങ്ങനെയാണ്: സ്നേഹിക്കപ്പെട്ട മരണത്തിനെ നിലനിൽക്കുന്നുള്ളൂ, സ്നേഹിക്കപ്പെട്ടവനെയാണ് മരണത്തിൽ തന്നെ നിലനിൽക്കുന്നുള്ളൂ. എന്നിട്ട് പറയാണ്, സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്, കൊലപാതകിയിൽ നിത്യജീവൻ വസിക്കുന്നില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ സ്നേഹിക്കപ്പെടുന്നവനെ ഇത് അവകാശപ്പെടാൻ പറ്റുള്ളൂ, നിലനിൽക്കുകയുള്ളൂ. അപ്പം മരണത്തിൽ പോലും നിലനിൽക്കുന്നൊരു സന്തോഷം നമുക്ക് ലഭിക്കണമെങ്കിൽ അവനിൽ എപ്പോഴും ഈ കൃപ വേണം. എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു വചനം ഇതിൻ്റെ ഉള്ളിൽ ചേർത്ത് വെച്ചിട്ടുണ്ട്: സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ആരാണ് കൊലപാതകി? ആരാണ് ഈ കാലഘട്ടത്തിൽ മനുഷ്യരെ വേദനിപ്പിക്കുന്നത്? അത് സഹോദരനെ വെറുക്കുന്നവനാ. വെറുപ്പ് എപ്പോഴും ദൈവസ്നേഹത്തെയും സഹോദര സ്നേഹത്തെയും അകറ്റുന്നൊരു കാര്യമായിട്ട് ദൈവവചനം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, കൊലപാതകയ്ക്ക് ഒരിക്കലും നിത്യജീവൻ ലഭിക്കുന്നില്ല. അപ്പോൾ എൻ്റെ ഉള്ളിൽ നമ്മളറിയാം, ഒരു മനുഷ്യനെ കൊന്ന് ജയിലിൽ പോകുമ്പോൾ ആ വ്യക്തിക്ക് ചിലപ്പോൾ ഇന്ത്യൻ നിയമം അനുസരിച്ച് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കാം. തൂക്കിലേറ്റുന്ന ചില നിയമ നടപടികൾ പലപ്പോഴും ഉണ്ടാകുന്നതായി നമ്മൾ കാണാറുണ്ട്. അത് വലിയൊരു പാപി, കൊലപാതകി, സഹോദരനെ വെറുക്കുന്നവനെങ്കിൽ സഹോദരനെ പിച്ച് ചീന്തിയ, ഒരു പെൺകുട്ടിയെ പിച്ച് ചീന്തിയ, ബലാത്കാരം ചെയ്ത വ്യക്തികളൊക്കെ അങ്ങനെ പറയാറുണ്ട്. എന്നാൽ നമ്മൾ ചിന്തിച്ചു നോക്കിയേ, വചനം പറയാണ് സഹോദരനെ വെറുക്കുന്നവൻ കൊല്ലുകയോ പീഡിപ്പിക്കുകയോ. അതുപോലെ തന്നെയാണ് ഒരു സഹോദരനെ സ്നേഹിക്കാത്തൊരു മനസ്സ്, അല്ലെങ്കിൽ സഹോദരനെ മനസ്സിലാക്കാത്തൊരു മനസ്സ്, അത് യഥാർത്ഥത്തിൽ ഒരു കൊലപാതകയാണ്. അവനൊരിക്കലും നിത്യജീവൻ വസിക്കുന്നില്ല, അവനൊരിക്കലും നിത്യമായൊരു ജീവിതത്തിലേക്ക് അവനെ കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഈ വചനം നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരട്ടെ. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു, സ്നേഹമുള്ളവരെ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മരണശേഷം ഒരു നിത്യജീവനുള്ളൂ. അപ്പോൾ നമ്മൾ ഈ നിത്യജീവൻ ശുശ്രൂഷ പങ്കെടുക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടത് ചില ബന്ധങ്ങളിലുള്ള സ്നേഹവിള്ളലുകൾ മാറ്റിയിട്ട് സ്നേഹം കൊണ്ട് പൊതിയപ്പെടുന്ന ഒരു ബന്ധങ്ങളായിട്ട് മാറാൻ നമ്മുടെ ജീവിതത്തിൽ പറയട്ടെ.
പലപ്പോഴും ഈ കാലഘട്ടങ്ങളിൽ ചില സ്നേഹബന്ധങ്ങൾ ബന്ധനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. ചില കുടുംബജീവിതങ്ങൾ ബന്ധനങ്ങളായിട്ട് മാറാറുണ്ട്, ചില വ്യക്തിബന്ധങ്ങൾ. എന്നാൽ ഒത്തിരി പേര് വെറുത്തിട്ട് ഒരു വ്യക്തിയെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അതും വലിയൊരു അപകടമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാവരോടുള്ള സ്നേഹബന്ധങ്ങളുടെ ആഴം വർദ്ധിക്കപ്പെടേണ്ടതുണ്ട്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് മൂന്നാമത്തെ ഒരു കാര്യം ഇതാണ്: ദൈവസ്നേഹം അനുഭവിക്കുന്നവർക്ക് സഹോദരങ്ങളെ സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല. അതാണ് വളരെ പ്രധാനപ്പെട്ടത്. ഇപ്പം എനിക്ക് ദൈവത്തോടുള്ള സ്നേഹമുണ്ടെങ്കിൽ എനിക്ക് സഹോദരനെ എങ്ങനെ സ്നേഹിക്കാതിരിക്കാൻ പറ്റും? കാരണം ദൈവം സ്നേഹമാണ്. അപ്പോൾ ദൈവം ഒരു വ്യക്തിയിൽ വസിക്കുന്നുണ്ടല്ലേ, അവനെ ഞാൻ സഹോദര എന്ന് വിളിക്കുന്നത്. ദൈവസ്നേഹത്തിൽ വസിക്കുന്നവർക്ക് ഒരിക്കലും സഹോദരനെ സ്നേഹിക്കാതിരിക്കാൻ സാധിക്കില്ല. സ്നേഹമുള്ളവരെ, ഈ മൂന്നാമത്തെ ചിന്ത നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു കൃപയായിട്ട് മാറണം. അപ്പോൾ ദൈവസ്നേഹം ഉള്ളവർക്ക് സഹോദരനെ സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഞാനും നിങ്ങളും ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ വെറുക്കുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ദൈവത്തെ സ്നേഹിച്ചിട്ടില്ലെന്ന് ദൈവവചനം നമ്മൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. നമുക്കറിയാം, യോഹന്നാൻ്റെ ലേഖനം 1-ാം ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തു സ്വന്തം ജീവനെ നമുക്ക് വേണ്ടി പരിത്യജിച്ചു എന്നതിൽ നിന്ന് സ്നേഹം എന്താണെന്ന് നാം അറിയുന്നു. അപ്പോൾ യേശു തൻ്റെ മക്കൾക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി തൻ്റെ ജീവിതം ഈ ലോകത്ത് കൊടുത്തതിൽ നിന്ന് നമുക്ക് മനസ്സിലായി എന്താണ് സ്നേഹമെന്ന്. വചനം പറയാണ്, നമ്മളും സഹോദരന് വേണ്ടി ജീവൻ പരിത്യജിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ ദൈവം എൻ്റെ രക്ഷയ്ക്കും എൻ്റെ കൂടപ്പിറപ്പുകളുടെ രക്ഷയ്ക്കും വേണ്ടി ചെയ്ത ഒരു കാര്യം എന്നിൽ നിന്ന് അവകാശപ്പെടുന്നു, ആവശ്യപ്പെടുന്നുവെന്ന് ദൈവവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഈ യോഹന്നാൻ എന്ന ഈ സുവിശേഷകൻ യഥാർത്ഥത്തിൽ സ്നേഹത്തിൻ്റെ ശിഷ്യൻ എന്ന് വിളിക്കപ്പെടുന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം പറയാണ്, ക്രിസ്തു സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി പരിത്യജിച്ചു എന്നതിൽ നിന്ന് സ്നേഹം എന്താണെന്ന് നമ്മൾ അറിയുന്നു. അതേപോലെ തന്നെ ആ ഒരു സ്നേഹം നമ്മൾ ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ക്രിസ്തു സ്നേഹം നമ്മിലുണ്ടെന്ന് മനസ്സിലാക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ കാലഘട്ടങ്ങൾ പലപ്പോഴും ദൈവസ്നേഹത്തെക്കുറിച്ച് ഒത്തിരി വിവരിക്കപ്പെടുമ്പോഴും സഹോദര ബന്ധങ്ങളില്ലാത്ത സ്നേഹം എങ്ങനെ ദൈവസ്നേഹത്തെ നമ്മൾക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും? നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മുടെ കുടുംബ ബന്ധങ്ങളിലേക്കൊന്ന് നോക്കി സ്നേഹമുള്ളവരെ, ഈ കാലഘട്ടങ്ങൾ ഒത്തിരി പരിദേവനങ്ങളും വേദനകളും വർദ്ധിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സ്നേഹം എന്നതൊരു ചോദ്യചിഹ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവസ്നേഹത്തെക്കുറിച്ച് പറയുന്ന നമ്മളെല്ലാവരും സഹോദര സ്നേഹ ബന്ധങ്ങളിൽ എപ്രകാരമാണ് ജീവിക്കുന്നതെന്ന് നമുക്ക് വ്യക്തിപരമായിട്ട് ചിന്തിക്കാം. ഞാനെന്ന വ്യക്തിയും നിങ്ങളെന്ന വ്യക്തിയും. നമുക്കറിയാം, ഓരോ വ്യക്തികളും പരസ്പരം ഒത്തിരി പറയാമെങ്കിലും ജീവിതത്തിൽ സ്നേഹത്തിൻ്റെ ആഴം അറിയുമ്പോഴാണ് ഒരു വ്യക്തിയെ മനസ്സിലാക്കാൻ നമുക്ക് ഓരോരുത്തർക്ക് സാധിക്കുകയുള്ളൂ. നമ്മൾ നാലാമതായിട്ട് ഈ സഹോദര സ്നേഹബന്ധത്തിൻ്റെ ആഴം മനസ്സിലാക്കുന്നത്, എത്ര സ്നേഹിച്ചുവോ അത്രത്തോളം ആത്മീയമായി വളർന്നു എന്നർത്ഥം. സ്നേഹിക്കാത്ത ആത്മാവ് ബന്ധനത്തിലാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഒന്നുകൂടി അച്ഛൻ പറയാം, എത്ര ഞാൻ സ്നേഹിച്ചുവോ അത്രത്തോളം ഞാൻ ആത്മീയമായി വളർന്നു, എന്നാൽ എത്രത്തോളം ഞാൻ സ്നേഹിക്കാതിരുന്നോ അത്രത്തോളം ഞാൻ ഒരു ബന്ധനത്തിലാണ് കഴിയുന്നത്. അപ്പോൾ സ്നേഹം എന്നത് ഒരു വ്യക്തിയുടെ ആത്മീയ വളർച്ചയുടെ അടിസ്ഥാനമാണ്. എന്നാൽ സ്നേഹം എന്നത് കാണിക്കുമ്പോഴും അതിൻ്റെ ആഴമില്ലാത്തവൻ എപ്പോഴും ഒരു ബന്ധനത്തിലാണ്. എന്താണ്? വ്യക്തിബന്ധങ്ങളിലുള്ള സ്നേഹമില്ലെങ്കിൽ കൃപയില്ല. അതുകൊണ്ട് എന്നെക്ക് ഒത്തിരി ചിന്തിപ്പിച്ചൊരു ഗാനമുണ്ട് ഈ അടുത്ത കാലഘട്ടത്തിൽ ഇറങ്ങിയത്. ആ ഗാനം ഇങ്ങനെയാണ്: ഹൃദയങ്ങൾ ചേരുമ്പോൾ ദൈവത്തെ കാണുന്നു, ഹൃദയങ്ങൾ അകലുമ്പോൾ പാപത്തിൽ വീഴുന്നു. ഒരു വ്യക്തിയുടെ ഹൃദയങ്ങൾ ചേരുമ്പോൾ അവിടെ ദൈവത്തെ കാണും. ഒരു കുടുംബത്തില്, ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഒരുമിച്ച് സ്നേഹം ഉണ്ടാകണമെങ്കിൽ, അവിടെ ദൈവത്തെ കാണണമെങ്കിൽ യഥാർത്ഥത്തിൽ അവരുടെ സ്നേഹം അത് വ്യക്തിപരമായിട്ടുള്ള സ്നേഹമാകണം. എന്നാൽ പലപ്പോഴും ഈ കാലഘട്ടത്തിൽ സ്നേഹമുണ്ടെന്ന് നാട്ടുകാരുടെ മുന്നിൽ ഒരു വിവാഹ വിരുന്നിലോ അഭിനയിക്കുമ്പോൾ രാത്രികളിൽ അവരുടെ ജീവിതത്തിൽ രണ്ട് അതിർത്തികളിൽ നിൽക്കുന്ന രണ്ട് രാജ്യങ്ങളെപ്പോലെ യുദ്ധം ചെയ്യുകയാണ്. മക്കളും മാതാപിതാക്കളും കൂടി ചില വിവാഹ വിരുന്നുകൾക്ക് പോകുമ്പോൾ അവരുടെ അഭിനയങ്ങളും അവരുടെ ചേഷ്ടകളും കണ്ടാൽ അവർ ഭയങ്കര സ്നേഹമുള്ള കുടുംബം തോന്നും. എന്നാൽ രാത്രികളിൽ ആ വീടുകളിലെ നിലവിളിക്കുന്ന ശബ്ദം കേട്ടാൽ അറിയാം ഇത് യഥാർത്ഥത്തിൽ ഇതൊരു അഭിനയമായിരുന്നു. ആരുടെയും മുന്നിലോ മറച്ചു വെച്ച, ഏതോ കാണിക്കാൻ വേണ്ടി കാണിച്ച ചില പുഞ്ചിരികളും ചിത്രങ്ങളും. യഥാർത്ഥത്തിൽ നമ്മൾ ചിത്രങ്ങളിൽ പതിയപ്പെട്ട മുഖങ്ങളാണോ യഥാർത്ഥത്തിൽ? അത് തന്നെയാണോ നമ്മുടെ ജീവിതം? പലപ്പോഴും നമ്മുടെയൊക്കെ ചുമരുകളിൽ ഇരിക്കുന്ന ചിത്രങ്ങളിൽ നോക്കിയാൽ എന്ത് രസമാണ് കാണാൻ. ഒരു ക്യാമറാമാൻ്റെ മുന്നിൽ നിന്ന് ചിരിച്ചു കാണിക്കുമ്പോഴും ആ ഒരു ചിരി ക്രിസ്തുവിൻ്റെ മുന്നിൽ നിനക്ക് കാണിക്കാൻ പറ്റുന്നു. എൻ്റെ കുടുംബജീവിതത്തിൽ ആ ഒരു പുഞ്ചിരി ദൈവം നോക്കുമ്പോഴുണ്ടോ? ദൈവത്തിൻ്റെ ക്യാൻവാസുകളിൽ നിൻ്റെ മുഖത്തിൻ്റെ പുഞ്ചിരികൾ ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ആ പുഞ്ചിരി തന്നെയാണ് യഥാർത്ഥ ജീവിതം.
പലപ്പോഴും അറിയപ്പെടുന്ന ചില ക്യാമറമാർ അവരുടെ ജീവിത ചരിത്രങ്ങൾ അല്ലെങ്കിൽ സാക്ഷ്യങ്ങൾ പറയുമ്പോൾ പറയാറുണ്ട്, പലപ്പോഴും ആരും അറിയാതെ പിന്നാമ്പുറങ്ങളിൽ നിന്നെടുത്ത ചില ചിത്രീകരണങ്ങൾ, ചില വിഷ്വൽസ്, അതിന് കിട്ടിയ അംഗീകാരം മുന്നിലെടുത്ത ചില ചിത്രങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ആരും അറിയാതെ ചിരിച്ച ചില ചിരികൾ ഇന്നും പലപ്പോഴും പല മാധ്യമങ്ങളിലും വൈറലായിട്ട് മാറുമ്പോൾ അവരറിയാതെ ചിരിച്ചതാ. അത് നിഷ്കളങ്കതയാണ്, സത്യസന്ധതയാണ്. ഇതുതന്നെയാണ് സ്നേഹങ്ങൾ. സഹോദര ബന്ധങ്ങളിലുള്ള സ്നേഹങ്ങളെ ആരും അറിയാതെ ഒപ്പിയെടുക്കാൻ കർത്താവിന് സാധിക്കും. ആ ഒരു സാധ്യതയിലേക്ക് ഞാനും നിങ്ങളും വളരുമ്പോഴാണ് യഥാർത്ഥത്തിൽ സഹോദര സ്നേഹബന്ധം നമ്മുടെ ജീവിതത്തിൽ മരണത്തിൽ പോലും നമുക്കൊരു അനുഗ്രഹമായിട്ട് മാറുന്നത്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, 1 യോഹന്നാൻ 2-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള തിരുവചനം ഇങ്ങനെ പറയുന്നത്, താൻ പ്രകാശത്തിലാണെന്ന് പറയും, അതേസമയം തൻ്റെ സഹോദരനെ ദേഷിക്കുകയും ചെയ്യുന്നവൻ ഇപ്പോൾ അന്ധകാരത്തിലാണ്. താൻ പ്രകാശത്തിലാണെന്ന് ഒരുവൻ പറയുന്നു, എന്നാൽ അതേ സമയം തന്നെ അവൻ സഹോദരനെ ദേഷിക്കുകയും ചെയ്യുമ്പോൾ ഇപ്പോൾ അവൻ അന്ധകാരത്തിലാണ്. അവൻ പറയുന്നത് പ്രകാശമാണെന്നെങ്കിലും അവൻ്റെ ജീവിതം പോകുന്ന അന്ധകാരത്തിലാണ്. സഹോദരനെ വെറുക്കുന്നവൻ്റെ ജീവിതത്തിൻ്റെ ആഴങ്ങൾ എപ്പോഴും അന്ധകാരമാണ്. ജീവിത പങ്കാളിയെ വെറുക്കുന്ന ഒരു ഭർത്താവിൻ്റെ ജീവിതം അന്ധകാരത്തിലാണ്. കാരണം അവളെ അവന് രക്ഷിക്കാനുള്ളെന്നുള്ള സത്യം അവൻ മറന്നുപോയി എന്നുള്ളതാണ്. അതുകൊണ്ട് തിരിച്ചറിയുക. മക്കളെപ്പോഴും മാതാപിതാക്കളെ വെറുക്കുമ്പോൾ തിരിച്ചറിയുക, മക്കളെ അവസാന കാലഘട്ടങ്ങളിൽ ഈ അപ്പനും അമ്മയും ഉള്ളോ നിങ്ങൾ രക്ഷിക്കാൻ? ഒരു നേരത്തെ ഭക്ഷണത്തിൽ അല്ലെങ്കിൽ വിദേശത്ത് പഠിക്കാൻ എവിടെ പോയാലും ഈ അപ്പനും അമ്മയും ഉള്ളൂ എന്ന് നീ തിരിച്ചറിവ് നിനക്ക് മറന്നു പോകുന്നതാണ് ഈ വെറുപ്പിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം. വചനം തുടർന്ന് പറയാണ് 10-ാമത്തെ വാക്യം, സഹോദരനെ സ്നേഹിക്കുന്നവൻ പ്രകാശത്തിൽ വസിക്കുന്നു, അവന് ഇടർച്ച ഉണ്ടാകുന്നില്ല. കാരണം അവന് ഇടറാൻ പറ്റില്ല, കാരണം കൂടെ നിൽക്കുന്നവൻ ധൈര്യവും ശക്തിയും തരുന്നു എന്നുള്ളതാണ്. എന്നിട്ട് പറയാം, എന്നാൽ തൻ്റെ സഹോദരനെ വെറുക്കുന്നവൻ ഇരുട്ടിലാണ്. അപ്പോൾ സഹോദര വെറുപ്പ് പലപ്പോഴും ഈ കാലഘട്ടത്തിൽ മനുഷ്യനെ ഇരുട്ടിലേക്ക്, പാപത്തിലേക്ക് കൊണ്ടുപോകുന്നു. എന്നിട്ട് പറയാം, അവൻ ഇരുട്ടിൽ നടക്കുന്നു, ഇരുട്ട് അവൻ്റെ കണ്ണുകളെ അന്ധമാക്കിയതിനാൽ എവിടേക്കാണ് പോകുന്നതെന്ന് അവിടുന്ന് അവരറിയുന്നില്ല. അപ്പോൾ നമ്മുടെ യാത്രകളിൽ ഈ സഹോദര ബന്ധങ്ങളുടെ ആഴം വർദ്ധിക്കലും നഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും പാപത്തിൽ, അതാണ് പറഞ്ഞത്, ഹൃദയങ്ങൾ ചേരുമ്പോൾ ദൈവത്തെ കാണുന്നു, ഹൃദയങ്ങളിൽ നിന്ന് അകലുമ്പോൾ അവിടേക്കും അന്ധകാരം മൂടിയ തകർച്ചയുടെ, വീഴ്ചയുടെ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നു. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമുക്ക് ചിന്തിക്കാം. 1 യോഹന്നാൻ 4-ാം അധ്യായം 20-21 വചനം പറയാണ്, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് ആരെങ്കിലും പറയുകയും സ്വന്തം സഹോദരനെ ദേഷിക്കുകയും ചെയ്താൽ അവൻ കള്ളമാണ് പറയണേ. ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞത് പച്ച കള്ളമാണ്. വചനം പറയാണ്, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് ആരെങ്കിലും പറയുകയും സ്വന്തം സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്താൽ അവൻ കള്ളം പറയുന്നു. എന്നിട്ട് വചനം പറയണം, കാരണം കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുമോ? നമ്മൾ പറയില്ലേ, ചില വ്യക്തികൾ പറയാണ്, ഞാൻ ദൈവത്തെ കണ്ടു, ഞാൻ ദൈവത്തെ സ്നേഹിച്ചു, ഞാൻ ദൈവത്തെ. എന്നാൽ ആ വ്യക്തിയെക്കുറിച്ച് ഒന്ന് വ്യക്തമായിട്ട് നമ്മളൊന്ന് ആലോചിച്ചാൽ മനസ്സിലാവും, ഒരു മനുഷ്യനെ പോലും സ്നേഹിക്കുന്നില്ല. വെറുതെ വാക്കുകളിൽ ഒതുങ്ങിയിരിക്കുന്നൊരു മനുഷ്യൻ, ഒരു സഹോദരൻ്റെ വേദന പോലും കാണാത്തൊരു മനുഷ്യൻ. അപ്പോൾ നമ്മൾ ചിന്തിച്ച് നോക്കിയേ, നീ സഹോദരനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ വെറുക്കുകയും ചെയ്യുന്നു, ഈ പച്ച കള്ളമാണെന്ന് പറയണം വചനം പറയണം. അപ്പോൾ നോക്കിയേ, നമ്മൾ ചില പിള്ളേർ പറയില്ലേ, എന്തിനാ അപ്പോൾ പച്ച കള്ളം പറയണേ, എന്തിനാ അമ്മ ഇങ്ങനെ കള്ളം പറയണമെന്ന് പറയില്ലേ, അല്ലെങ്കിൽ ടീച്ചർമാരോട് എന്തിനാ ടീച്ചർ ഇങ്ങനെ കള്ളം പറയണേ. ഇതുപോലെ ദൈവവചനം നമ്മളോട് ചോദിക്കുകയാണ്, നീ പച്ച കള്ളമല്ലേ പറയണേ? നീ സഹോദരനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നീ യഥാർത്ഥത്തിൽ ദൈവത്തെയല്ലേ സ്നേഹിക്കുന്നത്. വചനം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, ക്രിസ്തുവിൽ നിന്ന് ഈ കൽപ്പന നമുക്ക് ലഭിച്ചിരിക്കുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർ സഹോദരനെ സ്നേഹിക്കണം. അങ്ങനെ പറഞ്ഞ് ക്ലോസ് ചെയ്യണം വചനം. എന്താണ്? ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവർ തീർച്ചയായിട്ടും സഹോദരൻ സ്നേഹിക്കണം. പലപ്പോഴും കാലഘട്ടങ്ങൾ പലരുടെയും ജീവിതത്തിൽ വലിയ വലിയ പ്രാർത്ഥിക്കുന്നവരുടെ പോലെ ജീവിതത്തിൽ കൊണ്ടുവരികയും എന്നാൽ സഹോദരനെ സ്നേഹിക്കാതിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതൊരു തകർച്ചയുടെ കാലഘട്ടമാണ്. അത് നമ്മൾ തിരിച്ചറിയണം. ആ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ വരുത്തുമ്പോഴാണ് അതൊരു കൃപയിലേക്ക് നമ്മളെ കൊണ്ടുവരാം. അത് സ്നേഹമുള്ളവരെ, ആ ഒരു ആത്മീയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ദൈവം നമ്മളെ ക്ഷണിക്കുകയാണ്. അപ്പോൾ നമുക്ക് ചിന്തിക്കാം, എങ്ങനെയാണ് ഈ വചനത്തിൻ്റെ ആഴങ്ങളും കൃപകളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത്. സ്നേഹമുള്ളവരെ, റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 12-ാം അധ്യായം 10-ാം വാക്യം, നിങ്ങൾ അന്യോന്യം സഹോദര തുല്യം സ്നേഹിക്കുവാൻ, പരസ്പരം ബഹുമാനിക്കാൻ ഓരോരുത്തരും മുന്നിട്ട് നിൽക്കുവാൻ. അപ്പോൾ ഒരു കുടുംബത്തിൽ പോലും സഹോദര സ്നേഹബന്ധത്തിൽ ആരാണ് മുന്നിട്ട് നിൽക്കുന്നത് അവർക്കായിരിക്കും ദൈവത്തോട് ഏറ്റവും കൂടുതൽ സ്നേഹമെന്ന് പൗലോസ് റോമിലെ സഭയ്ക്ക് എഴുതിയ വചനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമുക്ക് ചിന്തിക്കാം, എന്താണ് ഈ സ്നേഹത്തിനാണ്? സ്നേഹിക്കാതിരിക്കുക ഹൃദയത്തെ ബാധിക്കുന്നൊരു രോഗമാണ്. ഒരു വ്യക്തി സ്നേഹിക്കാതിരിക്കുന്നത് ആ വ്യക്തിയുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു രോഗമാണെന്നാണ് പലപ്പോഴും ആത്മീയ ചിന്തകർ പറയുന്നത്. എന്നിട്ട് ഇങ്ങനെ പറയണം, അത് ചികിത്സിക്കേണ്ട ആവശ്യമുണ്ട്.
അപ്പോൾ ആരും സ്നേഹിക്കാൻ പറ്റാത്ത ചില ജീവിതങ്ങളുണ്ട്, അവരൊക്കെ ചികിത്സയ്ക്ക് തയ്യാറാകണം. എന്നിട്ട് പറയാം, അല്ലെങ്കിൽ ഈ രോഗം ചിലപ്പോൾ വെറുപ്പിലേക്ക്, നിരാശയിലേക്ക്, മാരക രോഗത്തിലേക്ക് കൊണ്ടു. അതുകൊണ്ട് ഈ കാലഘട്ടത്തിലെ ഒരു ബഹുഭൂരിപക്ഷം ഡിപ്രഷൻ എന്ന രോഗത്തിന് കാരണം തന്നെ പലപ്പോഴും ഈ ഒരു വെറുപ്പിൻ്റെ മേഖലയാണ്. കുട്ടിക്കാലത്ത് കിട്ടാത്ത സ്നേഹത്തെ എടുത്തു വെച്ച് അളന്നു നോക്കി ഭാരം വെച്ച് വെറുത്തും നിരാശപ്പെട്ടും അവസാനം വലിയ രോഗികളായിട്ട് മാറുന്നു. അതുകൊണ്ട് സ്നേഹമുള്ളവരെ നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് നാം നൽകേണ്ട സ്നേഹം അത് അർഹിക്കുന്നവർക്ക് നൽകാതിരുന്നാൽ അവരിൽ ഉണ്ടാകേണ്ട ഫലമില്ലാതെയാകും. അപ്പോൾ ഞാൻ അർഹിക്കപ്പെടുന്ന വ്യക്തിക്ക് സ്നേഹം കൊടുത്തില്ലെങ്കിൽ അത് വലിയ അപകടത്തിലാകും. ഒരു ഉദാഹരണം പറയാം. കൊടുക്കേണ്ട അളവിൽ ജലം നൽകാതിരുന്നാൽ ആ ചെടി ഉണങ്ങിപ്പോകും. ഒരു ചെടിക്ക് കൊടുക്കേണ്ട ലെവലിൽ വെള്ളം കൊടുക്കണം. അതുകൊണ്ട് മാതാപിതാക്കളെ, കുട്ടിക്കാലം മുതലേ കുട്ടികൾക്ക് കൊടുക്കേണ്ട സ്നേഹം നിങ്ങൾ കൊടുക്കണം. കുഞ്ഞുങ്ങളെ, നിങ്ങൾ കൊടുക്കേണ്ട സ്നേഹം മാതാപിതാക്കൾ കൊടുക്കണം. ഇന്ന് അതിൻ്റെ തകർച്ചയുടെ ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, പല ജീവിതങ്ങളും കൊഴിഞ്ഞു പോകാനുള്ള കാരണം ബാല്യങ്ങളിലും യൗവനങ്ങളിലും ആത്മഹത്യ എന്ന വലിയൊരു തിന്മ ഈ ലോകത്ത് വരാനുള്ളൊരു കാരണം ഞാൻ പറയാം. സ്നേഹം നിറഞ്ഞ ഒരു പുഞ്ചിരിയുടെ കുറവായിരിക്കാം, അല്ലെങ്കിൽ സ്നേഹം നിറഞ്ഞൊരു നല്ലൊരു വാക്കിൻ്റെ കുറവായിരിക്കും, സ്നേഹം നിറഞ്ഞ ഒരു നല്ല സമീപനത്തിൻ്റെ കുറവായിരിക്കാം, അല്ലെങ്കിൽ സ്നേഹം നിറഞ്ഞൊരു സഹായത്തിൻ്റെ കുറവായിരിക്കാം, അല്ലെങ്കിൽ സ്നേഹം നിറഞ്ഞ ഒരു നോട്ടത്തിൻ്റെ കുറവായിരിക്കാം, അല്ലെങ്കിൽ ഒരു അഭിനന്ദനത്തിൻ്റെ, ഒരു പ്രോത്സാഹനത്തിൻ്റെ കുറവുകൾ ഇന്ന് പലരും നശിക്കാനായിട്ട് കാരണമായിട്ടുണ്ട്. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മുടെ ഒരു വാക്കിന് ഒത്തിരി വിലയുണ്ട്. ഒരു ജീവിതത്തെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ഒന്ന് നോക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ഒന്ന് അവരുടെ വേദന കേൾക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് അവരും ഭൂമിയിലുണ്ടായിരുന്നേനെ. ഇനിയുള്ള നാളെയുടെ കാലഘട്ടങ്ങളിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെ സ്വന്തമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അതുകൊണ്ട് നമ്മളിന്ന് ചിന്തിച്ചതാണ് യഥാർത്ഥ സ്നേഹം പലരുടെയും ജീവിതത്തിൽ അത്ഭുതം സൃഷ്ടിച്ചിട്ടുണ്ട്. ചില സന്യാസികളുടെ ജീവിതം ചില ജീവിതങ്ങളെ അത്ഭുതമാക്കി മാറ്റിയിട്ടുണ്ട്. ജയിലറുകളിൽ കടന്ന പല ജീവിതങ്ങളും ഇന്ന് വലിയ ശുശ്രൂഷകരായിട്ട് മാറിയിട്ടുണ്ട്. അല്ലെങ്കിൽ ആരും നോക്കാനില്ലാതെ തെരുവിൽ കിടന്ന ചില മനുഷ്യർ ഇന്ന് വലിയ ശാസ്ത്രലോകത്തിൻ്റെ വലിയ കണ്ടുപിടുത്തങ്ങളുടെ മേഖലകളിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. അതിന് കാരണം അവരെ ആരോ നോക്കി എന്നുള്ളതാണ്, അവരെ ആരോ മനസ്സിലാക്കി എന്നുള്ളതാണ്. അതാണ് സഹോദര സ്നേഹബന്ധം. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ കൃപ കിട്ടുക. അതുകൊണ്ട് നമുക്ക് ഈ ഒരു നിത്യജീവൻ ശുശ്രൂഷയിൽ ഒരു തീരുമാനം എടുക്കാം. സഹോദര സ്നേഹബന്ധത്തിൽ ജീവിച്ചാൽ ദൈവസ്നേഹത്തിൽ നമുക്ക് മരിക്കാം. അതുകൊണ്ടൊരു തീരുമാനം എടുത്ത് ആ ഒരു മരണമല്ല നമുക്ക് വേണ്ടത്. ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലും എൻ്റെ പ്രിയപ്പെട്ടവൻ്റെ ഹൃദയത്തോട് ചേർന്നിരുന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ ക്രിസ്തു എന്ന സ്നേഹത്തിലേക്ക് ആഴപ്പെടുത്തുവാനുള്ള കൃപ ദൈവം നിങ്ങൾക്ക് ഈ നിത്യജീവൻ ശുശ്രൂഷ വഴി നൽകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അവസാനമായിട്ട് ഒരു വചനം പങ്കുവയ്ക്കുകയാണ്. 1 പത്രോസ് 3:8 സഹോദരരോടുള്ള കടമ എന്നാണ് അതിൻ്റെ തലക്കെട്ട്. ഇങ്ങനെയാണ് പറയുന്നത്: അവസാനമായി നിങ്ങളെല്ലാവരും ഹൃദയ ഐക്യവും അനുകമ്പയും സഹോദര സ്നേഹവും കരുണയും വിനയമുള്ളവരായിരിക്കും. അങ്ങനെ വന്നാൽ ഈ ലോകം നശിക്കില്ല. സ്നേഹമുള്ളവരെ, നമ്മുടെ കുടുംബങ്ങൾ, കുടുംബ പാരമ്പര്യങ്ങൾ നശിക്കില്ല. നമുക്ക് കരങ്ങൾ കൂപ്പാം, കണ്ണുകൾ അടയ്ക്കാം. കർത്താവായ യേശോയെ, നിത്യജീവൻ കിട്ടാൻ സഹോദര സ്നേഹബന്ധങ്ങളുടെ ആഴങ്ങൾ ഞങ്ങൾ വർദ്ധിപ്പിക്കണം. കാലഘട്ടങ്ങൾ വിഘടനങ്ങളുടെയും ബന്ധനങ്ങളുടെയും കെട്ടുകളുടെയും നൂലാമാലകളിൽ ഞങ്ങൾ പെട്ടുപോകുമ്പോൾ ജീവിക്കുന്ന ദൈവം ഞങ്ങളെ പഠിപ്പിച്ച സഹോദരനെ സ്നേഹിക്കുക എന്നൊരു ആത്മീയ സത്യം ഞങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ കൃപ നൽകണമേ. ഈ ശുശ്രൂഷയെ പങ്കെടുത്ത മക്കളുടെ കുടുംബങ്ങളിൽ വഴക്കുകളോ ഭിന്നതകളോ ഉണ്ടെങ്കിൽ അവയെല്ലാം മാറ്റി സ്നേഹത്തോടെ ക്ഷമയോടെ പരിഗണിക്കാനുള്ളൊരു കൃപ പരിശുദ്ധ അമ്മ വഴി സകല വിശുദ്ധര വഴി പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്താലും പുത്രനായ ഈശോയുടെ സ്നേഹത്തിൻ്റെ കൃപയാലും പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ കുത്തി നിറയ്ക്കുന്ന ആത്മീയ സ്നേഹത്തിൻ്റെ കൃപയാലും ഈ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.